എന്നെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ എൻ്റെ 5 മക്കളുണ്ട്, ഹസ്ബൻഡുണ്ട്, എൻ്റെ മദർ ഇൻ ലോ ഉണ്ട്, എൻ്റെ സ്വന്തം അമ്മയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഫാദർ ഇൻ ലോയും എൻ്റെ വീട്ടിൽ തന്നെയാണ്, ഇവിടെ തന്നെയാണ് താമസിച്ചത്. അപ്പം ദൈവം കൂട്ടിച്ചേർത്ത ഒത്തിരിയേറെ മനുഷ്യരുണ്ട് അല്ലേ. അവർക്കൊക്കെ ഒത്തിരി സ്നേഹത്തിൻ്റെ ആവശ്യമുണ്ട്, ഒത്തിരി കരുതലിൻ്റെ ആവശ്യമുണ്ട്, ഒത്തിരി ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ കൊടുക്കുമ്പം അതും ചാരിറ്റിയാണ് അല്ലേ. അതും സ്വർഗം വലിയ വില തരുന്നുണ്ട് കേട്ടോ. എൻ്റെ കുടുംബത്തിലെ ഇതിൽ വെച്ച് തന്നെ എനിക്ക് ഒത്തിരി എക്സാമ്പിൾ പറയാം. ഇപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഇതിന് മുമ്പത്തെ കമ്പനിയിൽ നിന്ന് എനിക്ക് US പോയിട്ട് വേണമെങ്കിൽ സെറ്റിൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. എൻ്റെ L1 വിസ പ്രോസസ്സ് ചെയ്ത് എനിക്ക് L1 വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടിയ ആളാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കുറേ സമയം അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഓൾറെഡി ഹസ്ബൻഡിൻ്റെ ബ്രദർ വെളിയിലാണ്, അപ്പം ഹസ്ബൻഡ് മാത്രമേ നാട്ടിലുള്ളൂ. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ചാച്ചനും അമ്മയും പ്രായമായി വരുവാണ്, അവർക്ക് നമ്മളുടെ സപ്പോർട്ട് കൂടുതൽ ആവശ്യമുള്ള സമയമാണ്. അപ്പം നമ്മൾ ചിലപ്പം US പോയി കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ള ഒരു സമയത്ത് ചാച്ചനൊരു ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നു. അപ്പം നമുക്ക് പെട്ടെന്ന് ഇവിടെ തിരിച്ചു വരാനോ ഒന്നും സാധിക്കത്തില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളത് ചെയ്യണ്ട. ഇവിടുത്തെ വെച്ച് നോക്കുമ്പോൾ അവിടെ കുറച്ച് ഫൈനാൻഷ്യൽ ഗെയിൻ വരും, പക്ഷേ നമുക്ക് നഷ്ടപ്പെടുന്ന ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് നമുക്ക് പോകണ്ട എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അപ്പം നമ്മളൊരു ഫൈനാൻസ് മാത്രം ചിന്തിക്കുന്ന അല്ലെ പൈസ ഒന്നാം സ്ഥാനം കാണുന്ന ആളാണെങ്കിൽ അത് നമുക്കൊരു നഷ്ടമാണ് അല്ലേ. പക്ഷേ ഞാനും എൻ്റെ ഹസ്ബൻഡും അതിൽ വളരെ ക്ലിയർ ആയിരുന്നു. നമ്മുടെ പേരൻസിൻ്റെ കാര്യങ്ങൾ നോക്കുക, അവർ പ്രായമാകുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുക, നമ്മളെ കൊണ്ട് സാധിക്കുന്ന എല്ലാം ചെയ്യുക, അത് നമ്മുടെ പ്രയോറിറ്റിയാണ്. അപ്പം ഞങ്ങൾ ആ ഒരു ഡിസിഷൻ വേണ്ടാന്ന് വെച്ചു. അധികം താമസിക്കാതെ തന്നെ ചാച്ചന് സുഖമില്ലാതെ വന്നു, അത് കഴിഞ്ഞിട്ട് എൻ്റെ ഡാഡിക്ക് സുഖമില്ലാതെ വന്നു. അപ്പം ഞങ്ങൾ ഇവിടെ ആയിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് കൂടെ കൂടെ പോകാനും അവിടെ നിൽക്കാനും സപ്പോർട്ട് ചെയ്യാനും വേണ്ടതായ എല്ലാ ഇമോഷണൽ സപ്പോർട്ടും എല്ലാ ആശുപത്രി പല പ്രാവശ്യം പോകേണ്ട ആവശ്യങ്ങളുണ്ട്, എല്ലാം ചെയ്യാനായിട്ടുള്ള ഒത്തിരി സാഹചര്യങ്ങൾ നമുക്ക് കിട്ടി. അപ്പോൾ വേറൊരാളുമില്ല. അപ്പം ദൈവമാണ് ഞങ്ങളെ, ദൈവം നിശ്ചയിച്ചാണ് ഞങ്ങൾ അവരെ ടേക്ക് കെയർ ചെയ്യണമെന്ന്. അപ്പം ഞങ്ങൾ അതിലെ ഫൈനാൻസ് നോക്കി പോവുമായിരുന്നെങ്കിൽ ഞങ്ങൾക്കത് ആ ഒരു സമയവും ആ ഓപ്പർച്യൂണിറ്റിയും പിന്നെ നമുക്കതൊരു റിഗ്രറ്റാണ് നോക്കാൻ പറ്റിയില്ല എന്ന്. പക്ഷെ പിന്നീട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ എന്തിനാ വേണ്ടിയാ പോകുന്നത്, ജസ്റ്റ് കുറച്ച് ഫൈനാൻസ് ബെറ്റർ അവിടെ പോയാൽ അല്ലേ. പക്ഷെ ആ ഒരു നഷ്ടവും ദൈവം ഞങ്ങൾക്ക് വരുത്തിയില്ല ഇവിടെ. അവിടെ പോകുമ്പം നമുക്കുണ്ടാകാമായിരുന്നതിനേക്കാൾ കൂടുതൽ അധികമായ ഫൈനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് തന്ന് ദൈവം ഞങ്ങളെ ഇവിടെ തന്നെ അനുഗ്രഹിച്ചു. അപ്പം അതൊന്നും ഓർത്തോ പ്രതീക്ഷിച്ചോ ഒന്നുമല്ല നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഒന്നും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ദശാംശം കൊടുക്കുമ്പോൾ തിരിച്ച് കിട്ടുമെന്ന് പറയുമ്പോഴും നമ്മളൊരിക്കലും തിരിച്ച് കിട്ടും എന്ന് വിചാരിച്ചല്ല നമ്മൾ കൊടുക്കേണ്ടത് അല്ലേ. അങ്ങനെ നമ്മൾ ഓക്കെ അങ്ങനെ കിട്ടും, അങ്ങനെ ഒരു റൂളുണ്ട് എന്ന് പറഞ്ഞ് കൊടുത്താൽ ചിലപ്പോൾ കിട്ടുമോ എന്നും എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ കൊടുക്കുമ്പം നമ്മളൊരു പ്യുവർ മനസ്സോടുകൂടി തന്നെ ചെയ്യുക. അപ്പം അത് കാണുന്ന ദൈവം നമ്മൾക്ക് വേണ്ടതായ റിവാർഡ് തരും.